എൻ്റെ പേര് ഗൗരി അരവിന്ദ്. എൻ്റെ അച്ഛനും അമ്മയും ചേച്ചി ഞാനും ലണ്ടൻ സിറ്റി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുകയാണ് അങ്ങ് നാട്ടിലോട്ട്. നീണ്ട 25 വർഷത്തെ വിദേശവാസത്തിന് ശേഷം എന്താ പറയുക, മനസ്സാകെ തുള്ളി കളിക്കുകയാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത എൻ്റെ അമ്മാത്തേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നും എൻ്റെ അച്ഛൻ്റെ വീട് എവിടെയാണെന്ന്. എൻ്റെ അച്ഛനൊരു അനാഥനാണ്. പേര് കേട്ട മാണിക്യമംഗലത്തെ ഒരേ ഒരു പെൺസന്തതി അടിച്ചുമാറ്റി കല്യാണം കഴിച്ചാണ് എൻ്റെ അച്ഛൻ. അവരുടെ ഒളിച്ചോട്ടവും ജീവിതവുമെല്ലാം അവർ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അച്ഛനും അമ്മയെ കല്യാണം കഴിക്കുന്ന സമയത്ത് അച്ഛന് വലിയ കാശൊന്നും ഇല്ലായിരുന്നു. വിവാഹത്തിന് ശേഷം അച്ഛനും അമ്മയും കൊണ്ട് മുംബൈക്ക് വണ്ടി കയറി. അവിടെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി അച്ഛൻ ചെറിയൊരു ബിസിനസ് തുടങ്ങി. പിന്നീട് അത് വളർന്ന് പന്തലിച്ച് ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഗൗരി ഗ്രൂപ്പ്സ് വരെ എത്തി. നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മകളല്ല കേട്ടോ. എനിക്കൊരു ചേച്ചിയുണ്ട്. എനിക്ക് എൻ്റെ ചേച്ചിയെ വലിയ ഇഷ്ടമാണ്. എൻ്റെ ജീവനാണ് അവൾ, പാർവണ. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഗൗരി ഗ്രൂപ്പ് എന്നിട്ടതെന്ന്. അത് അച്ഛൻ്റെ ഒരു വിശ്വാസമാണ്. ഞാൻ ജനിച്ചതിന് ശേഷമാണ് അച്ഛൻ്റെ ബിസിനസ് ഒന്നുകൂടി വിപുലമായത്. അതുകൊണ്ടാണ് എൻ്റെ പേരിട്ടത്. പക്ഷെ അതുകൊണ്ട് എൻ്റെ ചേച്ചി പെണ്ണിന് സങ്കടമൊന്നുമില്ല കേട്ടോ. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അവൾ എന്നെ സ്നേഹിച്ചു. തിരിച്ച് ഞാനും. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതാണ്. അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടായ സുരേഷ് അങ്കിളുടെ മകൻ അഭിറ. ലവ് മാരേജ് ആയിരുന്നു. ഇപ്പോൾ ആൾ സ്ഥലത്തില്ല, USA പോയിരിക്കുക. അതുകൊണ്ട് ചേച്ചി ഞങ്ങളുടെ കൂടെ പോയിരുന്നു. 6 മാസമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. നാട്ടിൽ നിന്ന് മുത്തശ്ശി അമ്മയെ വിളിച്ചിരുന്നു. മുത്തശ്ശിക്ക് ഞങ്ങളെല്ലാം കാണണമെന്ന് പറഞ്ഞു. ഒപ്പം അമ്മാവന്മാർക്കും. അമ്മാമാരൊന്നും പരിചയപ്പെട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. മാധവർമ്മ, ഹോം മിനിസ്റ്റർ. ഭാര്യ ജാനകി. മക്കൾ ആദിദേവ്, മാണിക്യമംഗലം ഗ്രൂപ്പ്സ് ഓഫ് MD. ഭാര്യ അശ്വതി, ഒരു മകൾ അലങ്കൃത. 2 അർജുൻ, ഭാര്യ അമൃത, ഒരു മകൻ കല്യാൺ. കൃഷ്ണവർമ്മ, IAS, ഡിസ്ട്രിക്ട് കളക്ടർ. ഭാര്യ സുമിത്ര. മക്കൾ 1 കാശിനാഥൻ IPS, 2 കാർത്തിക, പ്രൊഫസർ ഇൻ മാണിക്യമംഗലം കോളേജ്. 3 രാജീവൻ വർമ്മ, അഡ്വക്കേറ്റ് ഓഫ് സുപ്രീം കോർട്ട്. ഭാര്യ ശ്യാമ. മക്കൾ അർജുൻ അഡ്വക്കേറ്റ്, ആരവ് IAS. 4 ഡോക്ടർ സുരേഷ് വർമ്മ, സ്പെഷ്യലൈസേഷൻ ഇൻ കാർഡിയോളജി. ഭാര്യ ഗീത, ഗൈനക്കോളജി. മക്കൾ ആദിഷ്, MBBS സ്റ്റുഡൻറ്റ്. ആര്യ, ഡിഗ്രി 2nd ഇയർ. 5 ജാനകി, ഭർത്താവ് അരവിന്ദ്, GG ഗ്രൂപ്പ്സ്. മക്കൾ പാർവണ, ഭർത്താവ് അഭിറ, മകൾ ഗൗരി. ഇങ്ങ് കേരളത്തിൽ. സർ, അത് പിന്നെ മുട്ടിന് താഴെ വെടിവെക്കാനാണ് മോളിൽ നിന്നുള്ള ഓർഡർ. പക്ഷേ സാറ് എത്ര എണ്ണം തീർന്നു? 3. പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്തേക്ക്. പിന്നെ ചത്ത് തൻ്റെ ഫാമിലി മെമ്പർ ഒന്നുമല്ലല്ലോ, പിടികിട്ടാ പുള്ളികളല്ലേ. ഇവന്മാരൊക്കെ ചാവേണ്ടവർ തന്നെയാ. പിഞ്ച് പൈതങ്ങളെ പിച്ച് ചീന്തുമ്പോഴുള്ള സുഖം കിട്ടുന്നവന്മാർക്ക് മുട്ടിന് താഴെ വെടിവെച്ച സുഖം കിട്ടില്ല. അത് നെറ്റി തന്നെ വെക്കണം. അതേ ഈ കാശിനാഥനും ചെയ്തിട്ടുള്ളൂ. യു ഗോട്ട് ഇറ്റ്? യെസ് സർ. അതും പറഞ്ഞ കാറിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഡാ കാശി, ഒന്നടന്നേ. എന്താടാ ഋഷികേഷ് IPS? അത് പിന്നെ വൈകിട്ട് നീ ക്ലബിലേക്ക് വരില്ലേ? ആടാ, ഞാൻ ഒന്നൊരു വേഗം ഇറങ്ങും. ലണ്ടനിൽ നിന്ന് എൻ്റെ അമ്മായി വരുന്നുണ്ട്, ഫാമിലി. ആഹാ, മുറപ്പെണ്ണുമാരൊക്കെ വരുന്നുണ്ടല്ലേ? കൊച്ച് കള്ളൻ. ഒന്ന് പോടാ. മൂത്ത കല്യാണം കഴിഞ്ഞ, രണ്ടാമത്തേന് 19 വയസ്സായിട്ടുള്ളൂ. അതിനെന്താടാ 19 വയസ്സായില്ലേ? നിനക്ക് 30 ആയിട്ടേ നമുക്ക് നോക്കിയാലോ? ബെസ്റ്റ്. നിന്നോടൊക്കെ പറയാമെന്ന് എന്നെ പറഞ്ഞാൽ മതി. ഒന്ന് പോടാ. എന്നാൽ ഞാനും നോക്കിയാലോ? വീട്ടിലെനിക്ക് കല്യാണാചാരൊക്കെ തുടങ്ങി. ചെല്ല്, ഇപ്പം കെട്ടിച്ചേരും. നീ GG ഗ്രൂപ്പ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോന്നോ? ലോകത്തിലെ ബെസ്റ്റ് ബിസിനസ് അല്ലേ അവരുടേത്? യെസ് മാൻ. അതിൻ്റെ അവകാശികളാ ആ 2 എണ്ണവും. ശരിക്കും? ആടാ കോപ്പേ. എന്നാ ഞാൻ വിട്ടു. എനിക്ക് അത്രയും വലിയ പണക്കാരൊന്നും ആവണ്ട. അല്ലാണ്ട് കിട്ടാത്ത മുന്തിരി വിളിക്കുന്നുണ്ടല്ലേ അല്ലേ? അതിന് ഋഷിയൊന്ന് വിളിച്ച് കാണിച്ച്. ഓക്കേടാ, ബൈ. ഓഫീസിലോട്ട് പോവാ. ക്ലബിൽ വരുമ്പോൾ കാണാം. ബൈ. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. നീണ്ട മണിക്കൂറുകളോടുള്ള ഫ്ലൈറ്റ് യാത്ര അവരെല്ലാവരും വളരെയധികം ക്ഷീണിച്ചിരുന്നു. പപ്പ, ഇനിയും കുറെ പോകാനുണ്ടോ? ഗൗരി ചോദിച്ചു. ഇല്ലട കണ്ണ, ഇപ്പോൾ എത്തും കേട്ടോ. നമുക്ക് പോകാനുള്ള കാറാണ് തോന്നുന്നത്. വാ മക്കളെ. ജാനകി കുഞ്ഞെ, എന്നെ മനസ്സിലായോ? ഗോവിന്ദേട്ടനെ പിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? അരവിന്ദ്, ഇത് ഞങ്ങളുടെ വീട്ടിലെ കാര്യസ്ഥൻ ഗോവിന്ദൻ ചേട്ടനാ. അരവിന്ദ് അയാളെ നോക്കി ചിരിച്ചു. തിരിച്ച് അയാളും. എന്നാൽ നമുക്ക് പോകാം. എല്ലാവരും അവിടെ കാത്തിരിക്കുക നിങ്ങളെ. അങ്ങനെ അവരുടെ കാർ മാണിക്യമംഗലം ലക്ഷ്യം വെച്ച് അവിടുന്ന് പാഞ്ഞുപോയി. സ്വർണ്ണലിപികളാൽ എഴുതിയ മാണിക്യമംഗലം എന്ന തറവാട്ടിലേക്ക് അവരുടെ കാർ എത്തിച്ചേർന്നു. അവരെ സ്വീകരിക്കാൻ ആ തറവാട്ടിലുള്ളവർ മുഴുവൻ അവിടെ പുറത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു. തറവാട്ടിൽ നിന്ന് 25 വർഷങ്ങൾക്ക് മുമ്പ് അരവിന്ദൻ്റെ കൂടെ പോയ ജാനകിയെ പിന്നീട് ഇപ്പോഴാണ് കാണുന്നത്. അവരെല്ലാവരും തന്നെ കുഞ്ഞിപ്പങ്ങളെ നോക്കി കാണുകയായിരുന്നു. മോളെ ജാനകി, സുഖാണോ മോളെ? അതേമ്മേ, സുഖ. നിങ്ങളെല്ലാവരും കൂടെ ക്ഷമിക്കണം. അന്ന് ഞാൻ നിങ്ങളെല്ലാവരും ധിക്കരിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ? കഴിഞ്ഞു പോയതൊന്നും ഇനി പറയേണ്ട കുട്ടിയെ.
എല്ലാം ഞങ്ങൾ മറന്നു. ഇപ്പം എൻ്റെ മോള് രാജകുമാരിയെ പോലെ ജീവിക്കല്ലേ. എന്താ മോനെ അവിടെ നിൽക്കുന്നത്? അരവിന്ദ, ഇങ്ങ് അടുത്ത് വരൂ. മുത്തശ്ശി അരവിന്ദനെയും ജാനകിയെയും ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് കാറിൻ്റെ പുറത്ത് നിൽക്കുന്ന കൊച്ചുമക്കളെ മുത്തശ്ശിയും മറ്റു കുടുംബാംഗങ്ങളും കണ്ടത്. മുത്തശ്ശിയുടെ കുട്ടികൾ എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വായോ. എന്താ മുത്തശ്ശിയുടെ മക്കളുടെ പേര്? പാർവണ, ഗൗരി. പിന്നീട് അവിടെ കെട്ടിപ്പിടുത്തവും സ്നേഹപ്രകടനമില്ലായിരുന്നു. എല്ലാം കഴിയുമ്പോഴേക്കും ഒരു സമയമായി. തറവാട്ടിലുള്ളവരാരും അരവിന്ദനോട് മോശമായി പെരുമാറിയില്ല. പകരം അവരിലൊരാളായി കണ്ട് കൂടെ ചേർത്ത് നിർത്തി. ജാനകി തൻ്റെ സഹോദരന്മാരുടെ ഭാര്യയും മക്കളെയും പരിചയപ്പെട്ടു. എല്ലാവർക്കും തങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് അവർക്ക് തോന്നി. കാർത്തികയും മാരിയും പാർവണയും ഗൗരിയുമായി പെട്ടെന്ന് തന്നെ അടുത്തു. ഗൗരിക്ക് തറവാടും ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം പുതുമ നൽകുന്ന ഒന്നായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുന്നത് തന്നെ. പക്ഷെ പാർവണ അങ്ങനെയല്ല. 6 മാസം മുന്നേ വിവാഹം കഴിഞ്ഞതിനാൽ അവരുടെ ഹണിമൂൺ കേരളത്തിലായിരുന്നു. അഭിറാം അവളെ ഒട്ടുമിക്ക സ്ഥലങ്ങളും കൊണ്ട് കാണിച്ചിരുന്നുകൊണ്ട് പാർവണയ്ക്ക് പുതുമൊന്നും തോന്നിയില്ല. എങ്കിലും അവളെ എല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടികൾ 4 ഗാർഡനിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ആൺപിള്ളേരെല്ലാം അങ്ങോട്ട് വന്ന് ഹായ് ഗായ്സ്. അവർ തിരിഞ്ഞു നോക്കി. ആ കുടുംബത്തിലെ എല്ലാ ആൺകുട്ടികളും അതിലുണ്ടായിരുന്നു, ഒരാളൊഴികെ. പെട്ടെന്ന് തന്നെ അവരെല്ലാവരും നല്ല കമ്പനിയായി. ഗൗരിയെയും പാർവണിയും അവർ തൻ്റെ കുഞ്ഞിപ്പങ്ങളായി തിരഞ്ഞെടുത്തു. ഗൗരിയും ചിന്തിക്കായിരുന്നു അവരെക്കുറിച്ച്. എല്ലാവരും നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ വീട്ടിൽ അതിൻ്റെ അഹംഭാവ കാര്യങ്ങളൊന്നുമില്ല. അവരെല്ലാം വീട്ടിലെ കുട്ടികളായി മാറി. തങ്ങളോടൊപ്പം പങ്കുചേരുന്ന കണ്ടപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. ഗൗരി, എന്താ ആലോചിക്കുന്നത്? അർജുൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല അർജുൻ ചേട്ടാ, ഞാൻ വെറുതെ. താനെന്നെ അർജുൻ ചേട്ടാ നീട്ടി വിളിക്കണ്ട. യു ക്യാൻ കോൾ മീ അജു. യാ ഓക്കെ. അജു ചേട്ടാ, ഇവിടെയാണ് നല്ല കോളേജിൽ. എൻ്റെ ഗൗരിയെ കോളേജിൽ ഇറങ്ങേണ്ട സമയമായി. അപ്പോൾ ഗൗരി +2 കഴിഞ്ഞിട്ടേ ഉള്ളൂ? ആരോ ചോദിച്ചു. അതെ, കാണുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കും, പാർവണ പറഞ്ഞു. എന്നാൽ പിന്നെ നമ്മുടെ കോളേജിൽ തന്നെ ചേരട്ടെ, അവിടെ ആകുമ്പോൾ കാർത്തുണ്ടാവുമല്ലോ, അജു പറഞ്ഞു. എന്താ ഗൗരി തൻ്റെ അഭിപ്രായം? ആരോ ചോദിച്ചു. എനിക്കതിനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല, എല്ലാം നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ, അവൾ അവർക്ക് മനോഹരമായൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു. പാർവണയും ഗൗരിയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടെന്ന് ആ സമയം കൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. പാർവണയ്ക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡുണ്ട് എന്ത് കാര്യത്തിനും. പക്ഷെ ഗൗരി അങ്ങനെയല്ല. അവളെല്ലാം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. മക്കളെ എല്ലാവരും വരും, ചായ കുടിക്കാൻ. അകത്തുനിന്നുള്ള ചെറിയമ്മമാരുടെ വിളി കേട്ടതും അവരെല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. മോളെ ഗൗരി, പാർവണ, വൈകിട്ട് ഒന്ന് അമ്പലത്തിൽ പോകണം കേട്ടോ, ഇന്ന് തൃക്കാർത്തിക. ശരി മുത്തശ്ശി. നിങ്ങൾക്ക് ധരിക്കാനുള്ള ഡ്രസ്സ് എൻ്റെ മുറിയിലാണ്, അങ്ങോട്ടേക്ക് വന്നോളൂ രണ്ടുപേരും. ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞ് അവർ ഫ്രഷ് ആവാൻ പോയി. ഫ്രഷ് ആയതിനു ശേഷം രണ്ടുപേരും കൂടി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു. മുത്തശ്ശി അകത്തോട്ട് വന്നോട്ടെ. ആ വരൂ മക്കളെ. ഈ സമയം ജാനകി അവിടെ ഉണ്ടായിരുന്നു. ദാ മക്കളെ, ഇതിലുള്ള ആഭരണങ്ങളെല്ലാം നിങ്ങൾ അണിയണം. പിന്നെ ഇതിൽ ധാവണിയാ, 2 പേർക്ക് ഉടുക്കാൻ അറിയില്ലല്ലോ അല്ലേ? ഇല്ല മുത്തശ്ശി. അത് സാരമില്ല, കാർത്തിക മോളോട് പറയും, അവർ നിങ്ങൾക്ക് ഉടുപ്പിച്ച് തരും കേട്ടോ. ശരി. അവരവിടെ നേരെ കാർത്തികയുടെ മുറിയിലേക്കാണ് ചെന്ന്. കാർത്തിക അവർക്ക് മനോഹരമായി ധാവണി എടുത്ത് കൊടുത്തു, ഒപ്പം ആഭരണങ്ങളും അണിയിച്ചു. എൻ്റെ ഗൗരി, നിനക്ക് എന്തോരം മുടിയാ മോളെ, കണ്ടിട്ട് എനിക്ക് തന്നെ അസൂയ തോന്നുക. അതിനവൾ മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണം. അത് പറഞ്ഞ് കാർത്തിക അവിടെ തുടുത്ത കവിൾ ചെറുതായിട്ടൊന്ന് പിച്ചി. ഇപ്പോൾ ഗൗരിയെ കണ്ടാൽ ആരായാലും നോക്കിപ്പോവും, അത്രയും സുന്ദരിയായിരുന്നു അവൾ. ക്ഷേത്ര ദർശനത്തിന് പെൺകുട്ടികൾ മാത്രമായിരുന്നു പോയത്. അവർ തിരിച്ചു വരുമ്പോഴേക്കും ബാക്കിയുള്ളവർ ചിരാതി കത്തിക്കാൻ തുടങ്ങിയിരുന്നു. ഗൗരിയുടെയും പാർവണയുടെയും കണ്ണുകൾ വിടർന്നു. അവർക്കിതെല്ലാം ആദ്യത്തെ അനുഭവമായിരുന്നു. അവരും വിളക്കുകൾ കത്തിക്കാൻ തുടങ്ങി. ഈ സമയം ജാനകി ഒരു തട്ടിൽ നിറയെ ചിരാതുകൾ കത്തിച്ച് ഗൗരിയുടെ കയ്യിൽ കൊടുത്തു. മോളെ, ഇതെല്ലാം മുകളിലെ ബാൽക്കണിയുടെ അറ്റത്തായി കൊണ്ടുവെക്ക്. ശരിയമ്മേ. അവൾ അതുമായി വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയമാണ് കാശിയുടെ കാർ അങ്ങോട്ടേക്ക് വന്ന്. കാറിൽ നിന്നിറങ്ങി കാശി ജാനകി അരവിന്ദനെയും പാർവണയെയും പരിചയപ്പെട്ടു. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം അപ്പച്ചി. ശരി മോനെ, പോയി ഫ്രഷ് ആയിട്ട് വാ. റൂമിലേക്ക് കയറി കാശി തൻ്റെ യൂണിഫോം ഹാങ്ങറിൽ തൂക്കി ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. ഈ സമയം ഗൗരി എല്ലാ വിളക്കും കത്തിച്ച് അകത്തേക്ക് കയറി വന്നു. അപ്പോഴാണ് ഹാങ്ങറിൽ തൂങ്ങിക്കിടങ്ങുന്ന പോലീസ് യൂണിഫോം കണ്ടത്. വരുമ്പോൾ ഇതിവിടെ കണ്ടില്ലല്ലോ. അവൾ പതിയെ യൂണിഫോമിലെ തലോടി. അപ്പോഴാണ് യൂണിഫോമിലെ നെയിം പ്ലേറ്റ് അവൾ ശ്രദ്ധിച്ച്. കാശിനാഥൻ? യെസ്. പുറകിൽ നിന്നുള്ള ഘനഗംഭീരമായ ശബ്ദം കേട്ടതും അവൾ പതിയും തിരിഞ്ഞു നോക്കി. ആരാ, മനസ്സിലായില്ല? അവൻ തലതോർത്തിക്കൊണ്ട് തന്നെ അവളോട് ചോദിച്ചു. അവൾ ആ സമയം അവനെ നോക്കി കാണുകയായിരുന്നു. ഉറച്ച വെളുത്ത ശരീരം, അതിനൊത്ത ഉയരം, കഴുത്തിൽ 2 ചെയിനുണ്ട്. ഒന്ന് ഏലസാണ്, മറ്റേതിലെന്തോ പേരെഴുതിയിട്ടുണ്ട്. എന്താണെന്ന് ദൂരെ നിൽക്കുന്നുണ്ട്, കാണുന്നില്ല. അതെന്തായിരിക്കും? ഡേ! അവൻ്റെ ഒരൊറ്റ വിളി അവൾ ഞെട്ടി സ്വഭാവത്തിലേക്ക് വന്നു. എന്താടി പുല്ലേ, ചോദിച്ചിട്ട് മറുപടി ഒന്നും പറയാത്ത? ആരാ നീ? ഞാൻ ഗൗരി, ഇവിടുത്തെ ജാനകി.
ജാനകി അപ്പിച്ചിയുടെ മകളാണോ? അതെ. എന്താ എൻ്റെ റൂമിൽ? അത് ചിരാത് വെക്കാൻ വന്നതാ. വെച്ച് കഴിഞ്ഞില്ലേ, ഇനി പോയിക്കോ. പിന്നെ മേലിൽ എൻ്റെ റൂമിൽ അനുവാദം ചോദിക്കാതെ കയറരുത്, മനസ്സിലായല്ലോ? മനസ്സിലായി. അതും പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിലും പുറകിൽ നിന്ന് കഥ കഴിയുന്ന ശബ്ദങ്ങൾ കേട്ടു. കാലൻ വിട്ടുപോത്ത്, ഇങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാർ, എന്തൊരു സ്വഭാവ. അതും പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് കിടന്നു കാർത്തുമായി കൂട്ടിയിടിച്ച്. എൻ്റെ ഗൗരി, നീ ഇത് എവിടെ നോക്കി നടക്കുന്നത്? എൻ്റെ നെറ്റിപ്പോയി. അവളവിടെ പതിയെ നെറ്റി ഒഴിയാൻ തുടങ്ങി. സോറി ചേച്ചി, ഞാൻ കണ്ടില്ലായിരുന്നു. എല്ലാ ആ ജിമ്മൻ കാരണം. ഏത് ജിമ്മൻ? അത് പിന്നെ ചേച്ചിയുടെ ചേട്ടൻ കാശിനാഥൻ. എടി ഭയങ്കരി, നീ കാശിയേട്ടൻ തന്നെയാണോ ജിമ്മെന്ന് വിളിച്ച്? അയാൾ ജിമ്മ മാത്രമല്ല, ഒരു വെട്ടുപോത്ത് കൂടിയാ. അയാളെന്നെ ചീത്ത പറഞ്ഞു ചേച്ചി. എന്തിന്? അവൾ നേരത്തെ നടന്ന സംഭവങ്ങളിൽ അവളോട് വിവരിച്ച് പറഞ്ഞു. പോട്ടെ, സാറില്ല ഏട്ടാ, അങ്ങനെയാ. ആരും മുറി കയറുന്ന ഇഷ്ടമല്ല. ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയതാ. ഇനി കയറണ്ട കേട്ടോ. പിന്നെ അവിടെ എല്ലാവരും ഉണ്ട്, അങ്ങോട്ട് പോവാം. പിന്നെ മോളിതൊന്നും അപ്പച്ചിയോട് പറയുന്നത്, അപ്പച്ചിക്ക് വിഷമം കേട്ടോ. ഇല്ല ചേച്ചി, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. ഞാനത് അപ്പോഴേ വിട്ടു. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. അവർ രണ്ടുപേരും താഴേക്ക് ചെല്ലുമ്പോൾ മാണിക്യമംഗലത്തെ ഇളമുറക്കാൻ മുഴുവൻ ഇരുന്ന് സംസാരിക്കുകയാണ്. ഗൗരിക്കുട്ടിയെ എല്ലായിടത്തും വെച്ച ചിരാത്? അജു ചോദിച്ചു. വെച്ചു വലിയേട്ടാ. കാശി ഒഴികെ ബാക്കിയെല്ലാവരും ആ കൂട്ടത്തിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കുറേ നേരം അവരെല്ലാവരും കൂടി സംസാരിച്ച് കളിച്ചും ചിരിച്ചിരുന്നു. പിന്നീട് ഗൗരി കാശിയെ കാണുന്ന ഭക്ഷണം കഴിക്കുന്ന നേരത്തായിരുന്നു. എല്ലാവരും നല്ലവണ്ണം ചിരിച്ചും സംസാരിച്ചുമാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ കാശി ആരും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ എണീറ്റുപോയി. ഗൗരി അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇയാൾ മാത്രം ഇങ്ങനെ? പിന്നെ അവരിൽ അധികം ശ്രദ്ധ കൊടുക്കാതെ അവൾ വേഗം ഭക്ഷണം കഴിച്ച് എണീറ്റുപോയി. മുത്തശ്ശിയുടെ മുറിയിൽ ഗൗരി മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. മുത്തശ്ശി അവളുടെ തലയിൽ പതിയെ തഴുകിക്കൊണ്ടിരുന്നു. അമ്മേ, മോളുറങ്ങിയോ? ജാനകി ചോദിച്ച്. ഉറങ്ങിയെന്ന് തോന്നുന്നു. അല്ല, നീ എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക്? അത് പിന്നെ ഞാനിന്ന് അമ്മയോടൊപ്പം കിടക്കാമെന്ന് വിചാരിച്ചു. എത്ര വർഷമായി ഞാൻ എൻ്റെ അമ്മയൊന്ന് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട്? നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കിടക്കാം. എത്ര കാലമായി ഇതുപോലൊന്ന് നിന്നെ അടുത്ത് കിട്ടിയിട്ട്. അമ്മയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കാശിമോൻ ആരോടും സംസാരിക്കാതെ എല്ലാവരും ഒന്ന് മാറി കിടക്കുന്നത്. അതൊരു വലിയ കഥയാ മോളെ. എൻ്റെ കുഞ്ഞ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എൻ്റെ കൊച്ചുമക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട അവനായിരുന്നു എൻ്റെ കാശി. പക്ഷെ അവനിപ്പോൾ ആരോടും മിണ്ടില്ല. അവൻ്റെ IPS ട്രെയിനിങ്ങിന് പോയ സമയത്താണ് അവൻ്റെ ജീവിതമാകെ മാറി മറിഞ്ഞത്. അവിടെ വെച്ച് അവനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. ആ കുട്ടി IPS ട്രെയിനിങ്ങിന് വന്നതായിരുന്നു അവിടെ. ആരോമോൻ അവിടെ IAS ഉണ്ടായിരുന്നല്ലോ. അവൻ വഴിയാണ് ഞങ്ങളെല്ലാ കഥയും അറിയുന്നത്. ആ കുട്ടി ഒരു ക്രിസ്ത്യാനി കൊച്ചായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊന്നും അതിലൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അവൻ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമായിരുന്നു ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ട്രെയിനിങ് കഴിഞ്ഞ് പിറ്റേന്ന് അവരെല്ലാവരും കൂടി ഒരു ടൂറ് പോയി. ആ പെൺകുട്ടിയായിരുന്നു വണ്ടി ഓടിച്ചെന്നാണ് കേട്ടത്. എതിരെ വന്ന ടിപ്പുറായിട്ട് കൂട്ടിയിടിച്ചു. ആ പെൺകുട്ടി മറു സൈഡിലെ കൊക്കയിലേക്ക് തെറിച്ച് വീണു. ബോഡി പോലും കിട്ടിയില്ല. ജീപ്പിൻ്റെ മുമ്പിൽ നമ്മുടെ കാശിയായിരുന്നു ഇരിക്കേണ്ടത്. പക്ഷെ അന്ന് എന്തോ ഭാഗ്യവശാൽ ഋഷിക്കുട്ടനായിരുന്നത്. ആരാമ്മ ഋഷി? ഋഷി കാശിയുടെ ഉറ്റ സുഹൃത്താ. ചെറുപ്പം മുതലേയുള്ള കൂട്ടുകെട്ട്. ആ കുട്ടിക്ക് തലക്കായിരുന്നു സാരായിട്ട് പരിക്ക്. പക്ഷെ അവൻ എങ്ങനെയൊക്കെയോ റിക്കവറായി. ഇപ്പം അവനും കാശിയുടെ ഒപ്പം പോലീസ് ഓഫീസറാണ്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം എൻ്റെ കുട്ടി ഇങ്ങനെയാണ്. ആരോടും മിണ്ടാറില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരിക്കും. ആകെ അജുമോൻ പറയുന്ന ഒന്ന് കേൾക്കും, അത്ര തന്നെ. അതും പറഞ്ഞ് ആ സ്ത്രീ അവരുടെ കണ്ണുകൾ ഒപ്പി. പിന്നീട് ആ ചേച്ചിയെ കിട്ടിയില്ലേ മുത്തശ്ശി? ഗൗരി എണീറ്റ് ചോദിച്ചു. അമ്പടി കള്ളി, നീ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അടി. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു. പിന്നെ അത് കേട്ട് കിടന്നു. പറ മുത്തശ്ശി, ആ ചേച്ചി ഇവനെ കിട്ടിയോ? ഇല്ല കുട്ടിയെ, മരിച്ചു എന്നാ എല്ലാവരും കരുതുന്നു. വലിയ കൊക്കയാ, ബോഡി പോലും കിട്ടിയില്ല, അത് ഉറപ്പാ. എന്നാലും പാവം ചേച്ചി. ഗൗരിക്ക് ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു സങ്കടമായി. മോള് പോയി കിടന്നു. ഞാനിന്ന് മുത്തശ്ശിയുടെ കൂടെ കിടക്കട്ടെ. ശരി. അതെ, കിടക്കുന്നൊക്കെ കൊള്ളാം. പക്ഷേ എൻ്റെ അച്ഛൻ്റെ കുറ്റം വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. അടി കൂറുമ്പി ഓടിടി. അവളവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. അപ്പോഴാണ് കാശി ഫോൺ ചെയ്ത് അതിൽ വന്ന്. കാശി അവൾ കണ്ടില്ലായിരുന്നു. അവൾ അറിയാതെ കാശിയെ പോയി ഇടിച്ചു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐഫോൺ താഴെ വീണ് ചിതറി. ഇത് കണ്ട് കാശി കലി കയറി. അവൻ അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. എവിടെ നോക്കിയാണ് നടക്കുന്നത്? എത്ര രൂപയുടെ ഫോണാണ് നീ നിലത്തിട്ട് പൊട്ടിച്ചെന്ന് എനിക്കറിയോ? ഗൗരിക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അവൻ അടിച്ച ഭാഗം നീറിപ്പോകുന്നുണ്ടായിരുന്നു. സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. അവള് കണ്ടില്ലായിരുന്നു. അതും പറഞ്ഞാൽ പൊട്ടിക്കിടക്കുന്ന ഫോണും എടുത്ത് മുകളിലേക്ക് കയറിപ്പോയി. കരഞ്ഞുകൊണ്ട് ഗൗരി മുകളിലേക്ക് ഓടിക്കയറി തൻ്റെ മുറിയുടെ വാതിലടച്ച്.
എല്ലാവരും കിടന്നതിനാൽ തറവാട്ടിലുള്ളവരാരും ഈ സംഭവം അറിഞ്ഞില്ല. കാശി നേരെ റൂമിലേക്കായിരുന്നു ചെന്നത്. ഛേ, അടിക്കണ്ടായിരുന്നു, കൊച്ചു പെൺകുട്ടിയാ. എൻ്റെ അടുത്ത് തെറ്റൊന്നുമില്ലല്ലോ, അവളുടെ അടുത്തല്ലേ തെറ്റ്. അവൾ ഓടി വന്നോണ്ടല്ലേ എൻ്റെ പുതിയ ഫോൺ. അവൻ്റെ ഐഫോണിലേക്ക് ദയനീയമായി നോക്കി. അത് കാണും തോറും അവൻ്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് ചുവന്നു. അടി കിട്ടിയെങ്കിൽ കണക്കായി പോയി, അവളത് ചോദിച്ച് വാങ്ങിയതാ. അതും പറഞ്ഞ ബാൽക്കണിലേക്ക് നടന്ന് അവിടെ ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്ന മദ്യമെടുത്ത് വായിലേക്ക് അമിഴ്ത്തി. സൂര്യകിരണങ്ങൾ തൻ്റെ കണ്ണിലേക്ക് അരിച്ചിറങ്ങിയപ്പോഴാണ് കാശി കണ്ണുകൾ തുറന്ന് നോക്കുമ്പോൾ ഇന്നലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിപ്പോയിരുന്നു. അവന് വല്ലാത്ത തലവേദന തോന്നി. ഹോ, എന്തൊരു തലവേദനയാ. പെട്ടെന്നാണ് ഇന്നലെ നടന്ന സംഭവങ്ങൾ അവൻ്റെ ഓർമ്മയിലൂടെ മിന്നിമാഞ്ഞ്. ഛേ, അപ്പോഴത്തെ ദേഷ്യത്തിന് അടിച്ചു പോയതാ. ആ DGPയുടെ വായിലിരിക്കുന്ന കേട്ടുകൊണ്ടാ ആ സമയം ആ വഴി പോയത്. അപ്പോഴാ അവളൊന്നും തന്നെ ഇടിച്ചിട്ടതും ഫോണും പൊട്ടിയാളുടെ ദേഷ്യം എല്ലാം കൂടി ആയപ്പോൾ മനുഷ്യനെ ടെമ്പർ തെറ്റി. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അടിച്ചും പോയല്ലോ ഭഗവാനെ. പോട്ട് പുല്ല്. അതും പറഞ്ഞാൽ ബാത്റൂമിലേക്ക് കയറിപ്പോയി. ഈ സമയം ഗൗരിയുടെ മുറി. കാറിൽ എന്തടിയാ അടിച്ചത്? 5 പേരിലും ഫോട്ടോ സ്റ്റാർ പോലെ മുഖത്ത് പതിഞ്ഞിട്ടുണ്ട്. അവൾ നന്നായിട്ട് അവരൊന്ന് സ്മരിച്ചു. അതിൻ്റെ ബാക്കി പത്രം എന്നോണം കാശി നല്ലോണം തുമ്മുന്നുണ്ടായിരുന്നു. ഗൗരി കുറച്ച് ഫൗണ്ടേഷൻ ക്രീമൊക്കെ വാരി തേച്ച് പാടുകളെല്ലാം മറച്ചു. പക്ഷേ മുഖം നല്ലവണ്ണം വീങ്ങിയിട്ടുണ്ടായിരുന്നു. ആരും കാണാതിരിക്കാൻ വേണ്ടി അവൾ മുടി കൊണ്ട് ആ ഭാഗം മറച്ചു വെച്ചു. കാശി ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അവൻ ഗൗരിയെ നോക്കി. അവൾ തലതാഴ്ത്തിന്ന് ഭക്ഷണം കഴിക്കുന്നതായി അവൻ കണ്ടു. അവൻ ആരോടും ഒന്നും മിണ്ടാതെ ചെയർ വലിച്ചിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അയ്യോ അമ്മേ! ഗൗരി അറിയാതെ കരഞ്ഞുപോയി. അയ്യോ മോളെ, എന്താ പറ്റിയത്? എന്താ നിന്റെ മുഖത്ത് ഇത്രയും വീക്കം? അപ്പോഴാണ് കാശിയുടെ മുഖത്തേക്ക് നോക്കുന്നത്. മുഖം ഒരു ഭാഗം നല്ലോണം നീര് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ബാത്റൂമിൽ നിന്ന് വഴുതി നേരെ ഡോറിന് വന്ന് മുഖടിച്ചു, അങ്ങനെ പറ്റിയതാ. അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. ശ്രദ്ധിക്കേണ്ടേ മോളെ. അജു വാത്സല്യത്തോടെ അവിടെ കവിളിൽ തലോടി. സാരില്ലേട്ടാ, എനിക്ക് വേദനയൊന്നുമില്ല, അവൾ പതിവ് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാം കേട്ടിട്ട് കാശിക്ക് എന്തോ പോലെ തോന്നി. അവൻ വേഗം ഭക്ഷണം മതിയാക്കി എണീറ്റ് പോയി. അതവിടെ പതിവായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഗൗരിയെ ശ്രദ്ധിച്ചിരുന്നു. മോളെ, എന്നാ ചപ്പാത്തി കഴിക്കേണ്ട, അമ്മ കഞ്ഞി വല്ലതും കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ച് ഓരോരോ വഴിക്ക് പിരിഞ്ഞു. മോളെ ഗൗരി, മോൾക്ക് ഇന്ന് കോളേജിൽ പോകാൻ പറ്റുമോ? നിന്റെ അഡ്മിഷൻ കാര്യം ഞാൻ അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് സംസാരിച്ചിരുന്നു. അജുവേട്ടാ, ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ എങ്ങനെയാണ്? എൻ്റെ മോളെ നമ്മുടെ സ്വന്തം കോളേജാണ്, നീ അവിടെ ചെന്നാൽ മാത്രം മതി. അഡ്മിഷൻ ഒക്കെ നിനക്ക് ശരിയാണ്. ഓക്കെ അജുവേട്ടാ, ഞാൻ പോയിക്കോളാം. പക്ഷേ എനിക്ക് കോളേജ് എവിടെ നിന്ന് അറിയില്ലല്ലോ. കാത്തു ചേച്ചിയാണെങ്കിൽ പോയല്ലോ. അപ്പോഴാണ് കാശി കൂടി വരുന്ന അജു കണ്ട്. ഡാ കാശി, നീ ഒന്ന് മോളെ കോളേജ് കൊണ്ടാക്കിയിട്ട് ഓഫീസിലേക്ക് പോയിക്കോ. ഇത് കേട്ട കാശിയും ഗൗരി ഒരുപോലെ ഞെട്ടി. അത് പിന്നെ ഏട്ടാ, എനിക്കൊരു അർജൻറ്റ് കാര്യം. അവനെ പറഞ്ഞു പൂർത്തിയായിരിക്കും അർജുൻ സമ്മതിച്ചില്ല. വേണ്ട കാശി, എക്സ്ക്യൂസ് ഒന്നും പറയണ്ട. നിനക്കറിയാലോ ആ കോളേജിലെ മാനേജ്മെൻറ്റ് നീ കൂടിയുള്ള കാര്യം. നിന്നോട് എത്ര ദിവസമായിട്ട് പറയുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് പേപ്പർ സൈൻ ചെയ്യാനുണ്ടെന്ന്. എന്തായാലും ഗൗരി മോൾക്ക് അങ്ങോട്ട് പോകണം. നീ അവളെയും കൊണ്ട് പോയിക്കോ. അവൾക്ക് ഈ നാടൊന്നും അത്ര പരിചയമൊന്നുമില്ലല്ലോ. ഏട്ടൻ പറഞ്ഞവനെ കാശി മറുത്തൊന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെ സമ്മതം മൂളി. കാശിയുടെ കാറിലിരിക്കുമ്പോൾ ഗൗരി സകല ദൈവങ്ങളെയും മനസ്സിൽ പ്രാർത്ഥിച്ചു പോയി. അത്രയ്ക്ക് സ്പീഡിലായി നമുക്ക് കാർ ഓടിച്ചിരുന്നു. കാശിക്ക് തൻ്റെ ഒപ്പം വരാൻ ഇഷ്ടമില്ലെന്നുള്ളത് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലായി. എങ്കിലും അവൾ ഒന്നും മിണ്ടാക്കി കണ്ണുടച്ച് പേടിച്ച് അതിലെങ്ങനെയൊക്കെ ഇരുന്നു. വണ്ടി ഇന്നപ്പോഴാണ് അവൾ കണ്ണു തുറന്നു. നോക്കുമ്പോൾ കോളേജിന്റെ കോമ്പൗണ്ടിലേക്കാണ് അവൻ വണ്ടി കൊണ്ട് നിർത്തിയത്. വാ വരാൻ. അവൻ പ്രിൻസിപ്പലിന്റെ റൂമിന്റെ അടുത്തേക്ക് നിന്ന് പെർമിഷൻ വാങ്ങി അകത്തേക്ക് കയറി. ഗുഡ് മോർണിംഗ് കാശി സാർ. വെരി ഗുഡ് മോർണിംഗ് സാർ. സാർ, ഇത് ഗൗരിയല്ലേ? അർജുൻ സാറ് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. സർട്ടിഫിക്കറ്റ് പ്ലീസ്. അയാൾ ഗൗരിയുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം പരിശോധിച്ചു. ഗുഡ്. എല്ലാ സബ്ജക്റ്റുകൾക്കും എബവ് 95% മുകളിൽ മാർക്കുണ്ടല്ലോ. അതെ സാർ. എന്നാൽ ഗൗരി നാളെ മുതൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. 1-2 സൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നാളെ വന്ന് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. അവർ പരസ്പരം ഹസ്താനം കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ശ്രീ ഗൗരി, എനിക്ക് സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണം. ഞാൻ ഓഫീസിലേക്ക് വിളിച്ച് കാറ് പറഞ്ഞിട്ടുണ്ട്. അത് വരുന്നവരോട് തന്നെ നിന്നുള്ളൂ. ഞാൻ പോവാം. അതും പറഞ്ഞ് അവിടെ മറുപടി കാതിൽക്കാർ കാശി ഇറങ്ങി. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അവനത് കേൾക്കുന്നത്. എടാ, ഏതാണ് ഒരു കിളിപ്പെണ്ണ് നിൽക്കുന്നത്? എന്താ കാണാൻ ഫിഗർ നോക്കടാ. ന്യൂ അഡ്മിഷൻ ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് മുട്ടി നോക്കിയാലോ? നീ മുട്ടി നോക്കിയാൽ നിന്റെ മുട്ടുകാരെ ഞാൻ തള്ളിയൊടിക്കും. ആ ഘനഗാംഭീര്യ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞു. അവരെല്ലാം ഒന്ന് വിറച്ചുപോയി. കാശിനാഥ് IPS? അതെന്താ കാശി സാറേ, ഇത് കോളേജല്ലേ? അല്ലറ ചില്ലറ പ്രണയം കാര്യങ്ങളൊക്കെ ഒരു കോളേജ് ആകുമ്പോൾ ഉണ്ടാവില്ലേ? ഡേവിഡ് കുരിശിങ്കൽ, ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്. ഇതിനുമുമ്പ് ഒരു സമരത്തിൽ കാശിവിന് നന്നായിട്ടൊന്ന് പെരുമാറിയിരുന്നു. അതിനുശേഷം പോരുകോഴികളെ പോലെയാണ് കണ്ടാൽ. അത് എൻ്റെ കുടുംബത്തിലെ പെൺകുട്ടികളോട് വേണ്ട. ഓ, അപ്പൊ ഇവള് സാറിന്റെ വീട്ടിലെ പെൺകുട്ടിയാണല്ലേ?
എന്താണ് ഇവിടെ ഡെസിഗ്നേഷൻ സാറേ? അവന് ഭക്ഷണം ചുവട് കൂടി ചോദിച്ചു. അല്ല, ഞാൻ ഉദ്ദേശിച്ച സ്ഥാനം ചേച്ചിയാണോ അനിയത്തിയാണോ മുറപ്പെണ്ണാണോ അതോ കീ? മുഴുവൻ ചോദിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അവന്റെ മുഖത്ത് കാശിയുടെ 5 വിരലുകൾ പതിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഡേവിഡിനെ അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പിടിച്ചു വെച്ചു. അടങ്ങള് ചെറുക്ക, നീ ഈ പറഞ്ഞ സ്ഥാനങ്ങളൊക്കെ ചിലപ്പോൾ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ കിട്ടുന്നുണ്ടാവും. പക്ഷെ അതും പറഞ്ഞ് മറ്റു കുടുംബങ്ങൾ ഇത് തന്നെയാണ് അവസ്ഥ, നീ തെറ്റിദ്ധരിക്കരുത്. അതിനുവേണ്ടിയാ നിനക്ക് ഞാനൊന്ന് പൊട്ടിച്ച്. കാശി ഒന്ന് ഡേവിഡിന്റെ ഷർട്ടിന്റെ കോളലാന്ന് ശരിയാക്കി. ഇനി മേലിൽ മാതിരി വാർത്താവ് നിന്റെ വായിന്ന് വീണ, അതും ഞങ്ങളുടെ അല്ല, എന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ കുറിച്ച്, എസ്പെഷ്യലി ഗൗരിയെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ല. ഡു യു ഗെറ്റ് ദാറ്റ്? ഡേവിഡിന്റെ കൂട്ടത്തിലുള്ള ഒരു വാല്. സോറി സാർ, അവന് അങ്ങനെയൊന്നും പറയില്ല. അവനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കൂട്ടുകാരനല്ലേ, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. അതും പറഞ്ഞ് അവനവൻ്റെ ജീപ്പിൻ്റെ അടുത്തേക്ക് പോയി. ഈ സംഭവങ്ങളൊന്നും ഗൗരി അറിഞ്ഞില്ല. ഗൗരി ഓഫീസിനടുത്താണ് നിൽക്കുന്നത്. എങ്കിൽ കാശ് വയ്ക്കുന്ന ഗ്രൗണ്ടിലായിരുന്നു. അവർ തമ്മിൽ സംസാരിക്കുക മാത്രമേ ഗൗരി കാണുന്നുള്ളൂ. അതിനവൾ അത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ലായിരുന്നു. അവൾ ആ കോളേജിൻ്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു ഈ സമയം മുഴുവൻ. കാശി ജീപ്പിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൾക്ക് പോകാനുള്ള വണ്ടിയും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ കാശിയെ നോക്കി അവൾ കാറിലേക്ക് കയറിപ്പോയി. അവൾ തന്നെ നോക്കുന്ന കാശി മിറവയി കണ്ടിരുന്നു. എങ്കിലും അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. അവനും ജീപ്പിൽ സ്റ്റേഷനിലേക്ക് വിട്ടു. വീട്ടിലെ വീട്ടിലിടാ കാശി, നിന്നെ ഇത്ര നാളും നിന്നെ കുറിക്കാൻ ഒരു വഴി തെരഞ്ഞു നടക്കരുത് ഞാൻ. ഇപ്പോഴാ ഒരവസരം ഒത്തുവന്ന്. ഗൗരി കൊള്ളാം. ഡേവിഡിന്റെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി വിടർന്നു.